നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: സ്വർണ്ണാഭരണ പ്രേമികൾക്ക് സന്തോഷം പകർന്നുകൊണ്ട് ഡാലസിൽ പ്രവർത്തനം ആരംഭിച്ച ജോയ് ആലുക്കാസ് ജുവലറിയുടെ വിശേഷങ്ങൾ. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന്റെ വിശേഷങ്ങൾ. മിനസോട്ട മലയാളി അസോസിയേഷന്റെ വർണ്ണോത്സവം എന്ന യുവജനോത്സവത്തിന്റെ ദൃശ്യങ്ങൾ. അമേരിക്കയിലെ ഏഷ്യൻ സംസ്കാരത്തിന്റെ വർണ്ണ വൈവിധ്യം വരച്ചുകാട്ടുന്ന ട്വിൻ സിറ്റീസ് ഏഷ്യൻ ഫെയറിന്റെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അമേരിക്കൻ കാഴ്ചകളുമായി ആശ മാത്യു. ഹൈപ്പോതൈറോയിഡിസം എന്ന വിഷയവുമായി ലൈഫ് ആൻഡ് ഹെൽത്തിൽ ഡോക്ടർ റോസ് വടകരയോടൊപ്പം ഡോക്ടർ മറിയ ബർസാന്തി. കേരളത്തിൽ നിന്നുള്ള ആഗോള ജ്വല്ലറി ബ്രാൻഡായ ജോയ് ആലുക്കാസിന് ഡാലസിൽ പുതിയ ഷോറൂം. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൗണ്ടി കമ്മീഷണർ സൂസൻ ഫ്ലെച്ചർ, ഡെപ്യൂട്ടി മേയർ ടോണി സിംഗ്, കൗൺസിൽ വുമൺ ടാമി മൈനർഷാഗൻ എന്നിവർ പങ്കെടുത്തു. വൈവിധ്യമാർന്ന ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ട് ഡാലസിൽ പ്രവർത്തനം ആരംഭിച്ച ജോയ് ആലുക്കാസ് ജ്വല്ലറിയിൽ നിന്നും സജി സെബാസ്റ്റ്യൻ കുര്യൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഷിക്കാഗോ, ന്യൂജേഴ്സി, ഹ്യൂസ്റ്റൺ തുടങ്ങിയ ഇന്ത്യക്കാർ അധിവസിക്കുന്ന പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഷോറൂമുകൾ പ്രവർത്തിച്ചു വന്നിരുന്ന ജോയ് ആലുക്കാസിന്റെ പ്രവർത്തനം ഡാലസിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഡാലസിലെ മലയാളികൾക്ക് ഇത് മികച്ച ഒരു സമ്മാനമാവുകയാണ്. ജോയ് ആലുക്കാസിൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ലോകത്ത് തന്നെ വിവിധ ഷോറൂമുകളിൽ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്ത് എവിടെയും ആർക്കും ഇത്രയും ട്രസ്റ്റോടുകൂടി സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ജോയ് ആലുക്കാസിൽ നിന്നാണ്. ഹലോ, എൻ്റെ പേര് അഞ്ജു. ഞങ്ങൾ ഡാലസിൽ താമസിക്കുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡാലസിലെ ഫ്രിസ്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ജോയ് ആലുക്കാസിൻ്റെ ഇനാഗുറേഷൻ ഡേയിൽ വരുന്നതിനും അവിടെ ഷോപ്പ് ചെയ്യുന്നതിനും സാഹചര്യമുണ്ടായി. എക്സലൻറ്റ് കസ്റ്റമർ സർവീസ്, ഗ്രേറ്റ് സെലക്ഷൻസ് ആൻഡ് എ ഹ്യൂജ് ഷോറൂം. അതുകൊണ്ട് എല്ലാവരും വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യണം. നല്ല ഷോറൂമാണ്, നല്ല സെലക്ഷൻസാണ്. ഞാൻ വാങ്ങിച്ചു. താങ്ക് യു. മികച്ച ഡിസൈനിലുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം എന്നതുകൂടാതെ മലയാളിയുടെ ഒരു ആഗോള ബ്രാൻഡ് ഡാലസ് പോലുള്ള അമേരിക്കൻ നഗരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നത് അഭിമാനത്തോടെ നോക്കിക്കാണാം. I'm Nanda Tiwari, and today we had a grand opening here, and I have to say that it was a huge success. We are very happy for the Dallas audience, for the Dallas people and all the community to welcome Joy Alukas business very warmly to the city. Thank you so much and all the best to Joy Alukas. ഞങ്ങളിവിടെ 2016 USA ഫസ്റ്റ് ഷോറൂം ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ 5 ഷോറൂമാണ് USA-ലുള്ളത്. അറ്റ്ലാന്റ, ഹൂസ്റ്റൺ, ഡാലസ്, ഷിക്കാഗോ ആൻഡ് ന്യൂജേഴ്സി. വളരെ മനോഹരമായ രീതിയിൽ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിലാണ്
ഈ സ്റ്റോറ് അലങ്കരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നും പറയുന്ന പോലെ മലയാളികൾക്ക് ആവശ്യമുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് പൊന്ന്. ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് ജോയ് ആലുക്കാസിൻ്റെ സ്റ്റോറിൽ നിന്നാണ്. ദുബായിലും നാട്ടിൽ നിന്നും എല്ലാം ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. ജോയിച്ചാനെ പോലെ തന്നെ ജോയിച്ചാൻ്റെ എംപ്ലോയീസും വളരെ കസ്റ്റമർ സർവീസിൽ വളരെ പ്രാവീണ്യമുള്ള നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞാനിന്ന് പുതിയ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഏറ്റവും നല്ല കളക്ഷൻസും നല്ല ഗുഡ് സെലക്ഷനും ഉണ്ട്. ഇന്നിവിടെ ഞങ്ങളുടെ US-ലെ 5ാമത്തെ ഷോപ്പായിട്ടുള്ള ഡാലസിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. വളരെ നല്ല റെസ്പോൺസാണ് ഡാലസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ US-ൻ്റെ അധികം എക്സ്പാൻഷൻ പ്ലാൻസിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ഷോപ്പുകൾ കൂടെ ഈ വർഷം തുറക്കാനാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. ഹ്യൂസ്റ്റണിലെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഫണ്ട് റേസിംഗ് പ്രോഗ്രാം വിപുലമായ പരിപാടികളോടെയും ജനപങ്കാളിത്തത്തോടെയും നടത്തപ്പെട്ടു. സെക്രട്ടറി സുബിൻ കുമാരൻ സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ ജോസ് കെ ജോൺ നന്ദി പ്രകാശനം നടത്തുകയും ചെയ്ത ചടങ്ങിൽ മാഗ് പ്രസിഡന്റ് മാത്യൂസ് മുണ്ടക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തിക്കൊണ്ട് നടത്തപ്പെട്ട ഗാനനാട്യ നർമ്മസംഗമത്തിൽ നിന്നും ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഗാനനാട്യ നർമ്മസംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനവും തുടർന്ന് നടന്ന വൈവിധ്യമാർന്ന ഹാസ്യ കലാപരിപാടിയുടെ വേദിയിലേക്കും നമുക്കും ഒന്ന് കടന്നിയല്ല. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന സിറ്റി മേയേഴ്സ് ആൻഡ് അവരുടെ ഒഫീഷ്യൽസ്, കൗണ്ടി ജഡ്ജസ്, വൈദികരായ നമ്മുടെ ഈ ഇതിന് വന്നിരിക്കുന്ന നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മാഗിൻ്റെ BOD മെമ്പേഴ്സ്, ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ്, മാഗ് മെമ്പേഴ്സ്, പിന്നെ നമ്മൾ ഈ വന്നിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരെയും ഞാൻ ഈ ഇവൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തനത് ചെണ്ടമേളം ടീമോടുകൂടി ഹ്യൂസ്റ്റൺ രീതിയിൽ നമുക്ക് ഗാനനാട്യ നർമ്മ സംഗമത്തിൻ്റെ ടീമിനെ വേദിയിലേക്ക് സ്വീകരിക്കാം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഗാനനാട്യ നർമ്മസംഗമം 2024ന്റെ വേദിയിൽ ഞങ്ങളുടെ ആദ്യത്തെ സ്കിറ്റ്. ആനന്ദനാണോ ചാവണത്? എല്ലാത്തിനും പരിഹാരമില്ലേ? എന്താ തന്റെ പ്രശ്നം? കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ വളവടി പോലും ചെറുപടി കൊണ്ട് മോട്ടം വന്നേ. ശ്രീ ജോയ് ആലുക്കാസ് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ മെമ്പറാകുകയാണ്. അദ്ദേഹത്തിന് ഓണററി മെമ്പർഷിപ്പ് കൊടുത്ത് ആദരിക്കുവാനായിട്ട് നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ ഓണററി മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഒന്ന് ഡോക്ടർ ഷൈനി വിൽസൺ, ഇപ്പോൾ ശ്രീ ജോയ് ആലുക്കാസ്. ദയവായി നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുക. താങ്ക് യു. Okay.
ഞങ്ങളിവിടെ ആദരം നൽകി ഈ സെഗ്മെന്റ് ഞങ്ങളിവിടെ ഇതാ ഫ്രീമോ ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ. പുണ്യവാനി സഹാക്കിനുണ്ടായി 2 മക്കൾ. തലവടിക്കുന്നോർക്ക് തലവനം പാലൻ, തലവടിക്കുന്നോർക്ക് തലവനം പാലൻ, വെറുമൊരു ബാലനൽ ഇവനൊരു കാലൻ. മിനസോട്ട മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർണ്ണോത്സവം 2024 എന്ന പേരിൽ യുവജനോത്സവം നടത്തപ്പെട്ടു. അസോസിയേഷന്റെ ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയായി നടത്തപ്പെട്ട പരിപാടിയുടെ ആദ്യ റൗണ്ടുകൾ മാർച്ച് മാസം മുതൽ വെർച്വൽ ലൈവ് മത്സരങ്ങളായാണ് നടത്തപ്പെട്ടത്. ഈ മത്സരങ്ങളുടെ സമാപനം യുണൈറ്റഡ് മെത്തഡിക്സ് ചർച്ച് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയും വൈവിധ്യമാർന്ന പരിപാടികളോടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഡോക്ടർ SK ഡാഷ്, മിസസ് സോന നായർ ആൻഡ് മിസസ് സഞ്ജുക്ത മിത്ര എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്ത പരിപാടിയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. മിനസോട്ടയിൽ നിന്നും അരുൺ ജോർജ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. Distinguished guests and cherished members of our vibrant community, a warm and resounding welcome to Varnotsavam 2024. I'm Dev Namboodiripad, and I'm privileged to serve as the Director of Youth for the Minnesota Malayali Association. As the President of Minnesota Malayali Association, it is my honor. We are here to support them and cheer for them. ഇത് എനിക്കൊരു പുതിയ സ്ഥലമല്ല. എൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കുകയും പാട്ട് ഒരുപാട് വേദികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ഇവിടെ ഒട്ടും പുതിയതല്ല. ഇത് എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന പോലെ തന്നെയാണ്. ബിക്കോസ് യു ഓൾ ആർ ഫെമിലിയർ ടു മീ. ഐ വാണ്ട് ടു ഷോ ദ ടാലന്റ് ടുഡേ. I would like to comment on your dedication, passion and hard work. And I would also like to encourage you all to do your very best on the stage. Don't think about winning or losing. Just leave it and just enjoy what you do and do your best on the stage and share the joy with everybody. That's all I would like to give a piece of advice to all my all my tiny kids here. I'm going to say something a little bit contradictory to everything that we've been, based on whatever we've been listening to so far. Back in India and across the world, I'm sure you've heard many and you've heard yourself also say this, that one has to be talented and gifted to become an artist. Have we or have we not? Right?
റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരിടവേള. Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. ഇനി US വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അമേരിക്കൻ കാഴ്ചകൾ. അമേരിക്കൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. സമ്മർ തുടങ്ങുകയായി. അതിൻ്റെ ഭാഗമാണല്ലോ അമേരിക്കയിലുടനീളമുള്ള സമ്മർ ഫെയർസ്. അത്തരത്തിലുള്ള കൾച്ചറൽ പോർട്രയൽ എന്ന സദുദ്ദേശം കൂടി മുന്നിൽ കണ്ട് ട്വിൻ സിറ്റി മെട്രോ ഏഷ്യൻ ഫെയർ ആണ് ഈ ആഴ്ചത്തെ അമേരിക്കൻ കാഴ്ചകൾ. ട്വിൻ സിറ്റീസ് ഏഷ്യൻ ഫെയറിന് ഇത് 2ാം വർഷം. ചൈന, വിയറ്റ്നാം, ശ്രീലങ്ക, ഇന്ത്യ, ലാവോസ് എന്നിങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളുടെ സാംസ്കാരിക പ്രാതിനിധ്യം ഇക്കൊല്ലത്തെ ഏഷ്യൻ ഫെയറിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയായിരുന്നു. പ്ലിമത്തിനെ നിർവചിക്കുന്ന ഐക്കോണിക് ലാൻഡ്മാർക്കുകളായ ഹിൽഡേ പെർഫോമൻസ് സെന്ററിൽ വെച്ചായിരുന്നു ഏഷ്യൻ ഫെയർ നടത്തപ്പെട്ടത്. 45 അടി ഉയരമുള്ള ഓപ്പൺ എയർ സൗകര്യം ഈ ഔട്ട്ഡോർ ഫെസ്റ്റിന് കൂടുതൽ മാറ്റുരച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഷ്യൻ ഫെയർ നടത്തുന്ന ഇവിടെ പ്ലിമത്തിലെ ഹിൽഡേ പെർഫോമൻസ് സെൻറ്ററിലാണ്. ഇപ്പോൾ ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ഫ്രം ഓൾ ഓവർ ഏഷ്യ കൾച്ചറൽ ഷോക്കേസ് ആണ് അവരുടെ ഹോൾ ഇൻറ്റൻറ്റ് ഓഫ് ദി ഇവൻറ്റ്. ഇവിടെ ജനിച്ചു വളർന്ന ഏഷ്യൻ റൂട്ട്സ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫെയർ അവരുടെ റൂട്ട്സുമായി കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളാണ്. We are so honored to be a part of Asian Fair and help represent the Asian community and our culture. Today they will be performing a medley of a variety of Indian dance forms such as Bollywood, Bhangra and Kuthum. സംസ്കാരത്തിനും അവരുടേതായ കഥകളുണ്ട്. ഏഷ്യൻ ഫെസ്റ്റ് സമൂഹത്തിലെ ഏഷ്യൻ വംശജരുടെ കഥ പങ്കിടാനുള്ള ശ്രമമായിരുന്നു. അതിലൂടെ എല്ലാവരും അയൽക്കാരെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനും വൈവിധ്യത്തെ മനസ്സിലാക്കാനും അഭിനന്ദിക്കുവാനുമുള്ള ഒരു മികച്ച അവസരം. ഒത്തൻറ്റിക് ഏഷ്യൻ ഫുഡിൻ്റെ ഫുഡ് ട്രക്കുകൾ ഇവിടുത്തെ ഒരു ആകർഷണമായിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസും ഷുഗർ കെയിൻ ജ്യൂസും ഇവിടെ കണ്ടതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിരവധി കാഴ്ചകളും മറ്റൊരു ഡെസ്റ്റിനേഷൻ വിശേഷവുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച. Until then, this is Asha signing off.
US Weekly Roundup powered by PSG Group of Companies in മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. ഇനി US Weekly Roundup powered by PSG Group of Companies Life and Health. Hello everyone, I'm Dr. Rose Vadagara and welcome to Life and Health. In today's Life and Health, we are going to discuss about hypothyroidism, a very common problem which is particularly seen among women over 50 years. In majority of cases, treatment for hypothyroidism is for lifetime. However, fortunately, the medications are readily available today and they're very effective and safe. It is my pleasure to have Dr. Mary Barsandi, who is not only an internist, she is also an infectious disease specialist and a pediatrician from Loyola Medical Center, Chicago. Dr. Mary, it's a great honor to have you in today's Life and Health. Welcome. Thank you so much. It's a pleasure to be. Dr. Mary, let's start today's session by understanding the location and the function of thyroid gland in our body. Of course. The thyroid gland, it's a collection of tissue and it sits right here, just in the front of all of our necks right here. It's they say it's like a butterfly tissue, butterfly shaped tissue, and it's right here. The function of it helps regulate our metabolism, growth, and development. It has a wide variety of importance in our body. It helps regulate the rate that we burn calories. It affects weight loss, weight gain, affects our heart rate. It's really important in the normal functioning of our day-to-day life. Yeah, you're right, doctor. It is also known as butterfly-shaped gland. So as we all know that there is hypothyroidism and hyperthyroidism. Since our topic of discussion is hypothyroidism, let's discuss more about the types of hypothyroidism. Sure. So overall, hypothyroidism means that your body doesn't have enough of the thyroid hormone to help with all your normal body functions. So the two main types that we typically think of, the most common one is called Hashimoto's disease. And so Hashimoto's is an autoimmune condition where your body is almost attacking your thyroid gland and preventing it from functioning normally. And this is a condition that is relatively common, much more common in women than men. I believe about 5 times more common in women than men. And that's the one that we often think about. The other common one is called just thyroiditis. And that's a general inflammation of the thyroid gland. And that can be caused by medications. It could be caused by a viral infection, other organisms, other infections. But overall, less common than Hashimoto's. Normally, when we do our annual evaluation or our blood test, we see acronyms such as like TSH, T3, T4, etc. Could you please explain what does these tests indicate? Sure. So the TSH is the thyroid stimulating hormone, and that's one of the basic tests that we do for a thyroid disease to evaluate for it. So the TSH, the hormone, comes from the pituitary gland, and that pituitary gland is actually a gland kind of at the base of the brain, kind of between the eyes, and that TSH hormone signals your thyroid. So it's a signal mechanism to the thyroid gland here. Which the thyroid gland itself produces that T3 and T4. So there's a mechanism of signals back and forth with our body, and based on the levels of T3 and T4 in the body, if the levels are too high, that sends signals back to the pituitary gland to help regulate that TSH hormone. So there's a constant interchange between those hormones to try to keep everything in balance. Doctor, as I mentioned in the intro, females are mostly affected by this disease. Like all disease, there is signs and symptoms that may vary among each individual. So what are some of the common observed signs and symptoms of this disorder? Sure. The most commonly, hypothyroidism
we notice probably right off the bat weight gain, obesity. You can have a lower heart rate, fatigue, constipation, muscle weakness, muscle aches, swelling of extremities. Sometimes hair loss can be notable. Even mental status changes, so some maybe even confusion, some memory loss, depression even can be a sign of hypothyroidism. For women, they can have changes in their menstrual cycles, and also some people feel cold much more easily. So as you can see, there's it really affects the whole body. Just now, you talked about the obesity as one of the signs and symptoms of hypothyroidism. What are some of the healthy diet habits that would help us to prevent hypothyroidism? Well, one main thing that we have to be aware of is that thyroid gland needs iodine, actually. It's a mineral that's essential to the production of thyroid hormones. So that's one thing that we need to have, and that's something that's found in most table salt, iodinized table salt, and some seafood. So one thing we need to do. Besides that, just overall, some people feel that there's an anti-inflammatory diet. That's a kind of a general term, not very precise, but some studies show that eating foods that, again, are more natural, which overall, of course, is more healthy for all of us. Again, things like more fruits, more vegetables, whole grains, healthy protein sources, and a diet that has, not too many refined sugars, processed food, processed meats. So if we're having a diet filled with things like that, there are some studies that show that people have a possibly lower inflammatory markers. If you do blood tests for markers of inflammation, those can be a little bit lower for somebody that has such a healthy diet like that. So, again, these are things that we're in the process of learning, and we'll learn more as time goes on. But overall, I would definitely recommend a diet similar to that. Thank you, Dr. Mary, for answering all the questions regarding hypothyroidism. I hope this session was very informative, and thank you so much for your time with us on Life and Health. Great, thank you so much. US Weekly Roundup powered by PSG Group of Companies-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.